ഹായ്. എനിക്ക് ജന്മദിനാശംസകൾ നേർന്ന എല്ലാവർക്കും താങ്ക് യു. ഒരുപാട് പേര് അതിൽ പറയുന്നുണ്ട്. അത് എനിക്ക് എല്ലാവരുടെ അടിയിൽ പോയിട്ട് കുറേ സമയം എടുക്കുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ ആ താങ്ക് യു ആദ്യം പറയാം. ഐ എം സോ ഗ്രേറ്റ്ഫുൾ ഫോർ ഓൾ ഓഫ് യു. എന്നെ കാണുന്നതിലും എനിക്ക് നല്ലത് ആശംസിച്ചതിലും വളരെ നന്ദി. താങ്ക് യു യൂണിവേഴ്സ്. എല്ലാവർക്കും ഒരു നന്ദി അർപ്പിച്ചുകൊണ്ടുള്ള നമസ്കാരം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ പഴയ ബുക്കുമായിട്ട് വന്നിരിക്കുക. പിന്നെ ഇതാ ഇതിനകത്ത് ഞാൻ എഴുതി വച്ചിരിക്കുന്ന ഒരു കുറിപ്പാണ്. ഇത് 2011 11ആണോ എപ്പോഴോ, അത് ഡേറ്റ് അതിൽ ചിലതിൽ കുറിച്ചിട്ടില്ല, അതാണ് പറ്റിയിരിക്കുന്നത്. ശരി, അരവിന്ദിൻ്റെ അതിഥികൾ എന്ന് പറഞ്ഞ സിനിമ വന്നത് എപ്പോഴായിരുന്നു? ആ സമയത്താണ്. കാരണം അരവിന്ദിൻ്റെ അതിഥികൾ കണ്ടപ്പോഴാണ് ഞാനിത് എഴുതി വെച്ചത്. വേറെ ഒരെണ്ണം കൂടെ ഞാൻ വായിക്കാവേന്ന്. അരവിന്ദിൻ്റെ അതിഥികൾ. കുടജാദ്രിയിൽ കുടികൊള്ളും മഹേശ്വരി, ആ പാട്ടില്ലേ, അതാണ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്. കുടജാദ്രിയിൽ കുടികൊള്ളും മഹേശ്വരി വരദായിനി. എനിക്ക് പാടാനറിയില്ല കേട്ടോ. സർവസുഖദായിനി. അപ്പോൾ അമ്മേ മൂകാംബികെ എന്ന് പറഞ്ഞാണ് തുടക്കം. ഇന്നലെ മോൾ പറഞ്ഞതേ ഉള്ളൂ, എൻ്റെ മോള്, നമുക്ക് മൂകാംബിക ദേവിയെ പോയി തൊഴണം അമ്മേ എൻ്റെ പരീക്ഷയുടെ മുമ്പ്. അതെനിക്കൊരു നല്ല നിമിത്തമായി തോന്നി. എനിക്ക് എൻ്റെ മകൾ എന്നെപ്പോലെ അമ്മയുടെ മടിത്തട്ടന്വേഷിച്ചെത്താൻ തിടുക്കപ്പെടുന്നത് കണ്ടപ്പോൾ ശരീരത്തിൽ നിന്നും ഒരു എന്തായാലും പറയാം, ഉൾപ്പുളകം എന്നാണ് എഴുതിയിരിക്കുന്നത്. ഉൾപ്പുളകം ഉണ്ടായിക്കൊണ്ടേയിരുന്നു. പുണ്യഭൂമിയായ കൊല്ലൂർ, സരസ്വതി കടാക്ഷം ആവോളം വേണ്ടുന്ന മേഖലയായ വക്കീൽ ഭാഗം പഠിപ്പ് പൂർത്തിയാക്കാൻ ഞാൻ ഉടുപ്പി എങ്ങനെയാണ് തിരഞ്ഞെടുത്തത്? എനിക്കറിയില്ല, എല്ലാം നിയോഗം. അതുവരെ എറണാകുളം ജില്ലയിൽ കൂടുതലായി ഒന്നും അറിയാത്ത ഞാൻ എന്നാണ് ആദ്യമായി മൂകാംബികയെക്കുറിച്ച് അറിഞ്ഞത്? ഗുരുവായൂർ, കൊടുങ്ങല്ലൂർ ആൻഡ് ചോറ്റാനിക്കര, ഇത്രയും എനിക്കറിയൂ. പിന്നെ കൂത്താട്ടുകുളം ശ്രീ പോർക്കലി ദേവിയും. ഞാൻ എന്നും മനമുരുകി സത്യസായിബാബയെയും പ്രാർത്ഥിക്കാൻ തുടങ്ങിയിരുന്നു. LLBക്ക് ഫൈനൽ ഇയർ പരീക്ഷയ്ക്ക് മുമ്പാണ്. ആ 3 വർഷവും മാസത്തിൽ ഒരിക്കലെങ്കിലും ഞാൻ സ്വാമിയുടെ അമ്മയുടെ നടക്കൽ എത്തുമായിരുന്നു. ദേവിയുടെ അനുഗ്രഹം ആവോളം എൻ്റെ മേൽ വീണിരുന്നു എന്നതിൻ്റെ തെളിവാണ് പിന്നീടുള്ള എൻ്റെ ജീവിതം. ഇന്ന് ഉടുപ്പി തെരുവുകളിലെ ഉരുളുന്ന ക്യാമറ ഉടുപ്പിയെടുത്ത ഉടുപ്പി കാഴ്ചകൾ എന്നെ എൻ്റെ നിയമപഠനകാലത്തെ ഓർമ്മിപ്പിച്ചു. അന്ന് ഞാൻ ആ സിനിമ കണ്ടു കഴിഞ്ഞ് വന്നിരുന്ന് എഴുതിയതാണ്. പിന്നെ എൻ്റെ വീണാ പഠനം. ഉടുപ്പിയിൽ വീണ വിദുഷിയായ ഒരു ടീച്ചറിൻ്റെ അടുക്കൽ നിന്ന് 1 വർഷം സരിഗമ തന്നെ പഠിച്ചുകൊണ്ടിരുന്നു. എന്തോ ഒരു കാരണത്താലാണ് അത് നിന്നു പോയത്. പിന്നെ അങ്ങനെ കന്നഡയുടെ എന്തൊക്കെയോ പഠിക്കാൻ പഠിച്ചു. മറന്നു കേട്ടോ. ബിഡ്സി കന്നഡ ಗೊತ್ತಾಯ್ತಿಲ್ಲ എന്തൊക്കെയോ എഴുതി വെച്ചിരിക്കുക. മാത്ലാടുക തുമ്പ ഇഷ്ട, സ്വല്പ ഭർത്തിന്. പിന്നെ ബാംഗ്ലൂർ താമസമായി കുറച്ച് നാൾ, വിവാഹം കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ പിന്നെയും കുറച്ച് പൊടി തട്ടി എടുത്തിരുന്നു. എനിക്കറിയില്ല, എനിക്കെന്തോ ഇത് നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിക്കാൻ തോന്നി. എന്താണെന്നറിയോ, ഇന്നെൻ്റെ പിറന്നാളല്ലേ. അപ്പം ഞാൻ മൂകാംബിക അമ്മയെയും ബാക്കി ഉള്ള റിലീജിയനിലുള്ളവർ എന്നോട് ദേഷ്യം തോന്നരുത് കേട്ടോ. ഞാൻ എൻ്റെ വിശ്വാസങ്ങളെ പറ്റി പറഞ്ഞേ ഉള്ളൂ. റംസാൻ മാസമാണെന്ന് എനിക്കറിയാം. അപ്പോൾ നിങ്ങളുടെ വിശ്വാസങ്ങളും നിങ്ങളെ രക്ഷിക്കട്ടെ. ക്രിസ്ത്യൻ ആളുകളുടെ എല്ലാം ഈസ്റ്റർ വരുന്നു. അവരും കഠിന വ്രതങ്ങളൊക്കെ എടുക്കുന്നവരുണ്ട്. എല്ലാവരുടെയും വിശ്വാസം എല്ലാവരെയും രക്ഷിക്കട്ടെ. ഒരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ അന്നാണ് ഞാൻ ജനിച്ചത്. ഒരു ഈസ്റ്ററിൻ്റെ അന്നാണ് എൻ്റെ അമ്മ എന്നെ പ്രസവിച്ചത്. അമ്മ അതെന്നും പറയും. അവിടെ ഇങ്ങനെ വെള്ളിയാഴ്ച കുരിശിലേറ്റിയ രൂപം കൊണ്ടു. അമ്മയൊക്കെ ക്രിസ്ത്യൻസ് ബെൽറ്റിലാണല്ലോ ജീവിച്ചിരുന്നത്, ഞാറക്കല്ലേ. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ എല്ലാവരും പോയി നോക്കി നിൽക്കുമ്പോൾ അമ്മയുടെ മുഖമൊക്കെ മാറിയിരിക്കുകയാണ്. ഞാൻ വയറിൽ കിടന്ന് പുറത്തേക്ക് വരാൻ വെമ്പൽ കൊണ്ടുകൊണ്ടിരുന്നപ്പോൾ. അപ്പോൾ അമ്മ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അമ്മയുടെ ബ്രദർ വന്ന് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും അത്രേ, എങ്ങനെയുണ്ട് ആശ? വീട്ടിലാണ് പ്രസവിച്ചത്. അന്നൊക്കെ ഡോക്ടേഴ്സൊക്കെ വീട്ടിലാണ് വരിക, വീട്ടിൽ വന്നിട്ടാണ് നോക്കുക ആളുകളെ. ഗവൺമെൻറ് ഹോസ്പിറ്റൽസ് മാത്രമല്ലേ അധികമായിട്ടുള്ളൂ. അപ്പോൾ ആരും അവിടെ അങ്ങനെ പോകാറില്ല. അതുകൊണ്ട് ഞാൻ പിന്നെയും കുറേ കാര്യങ്ങളൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ നിങ്ങൾക്ക് ബോറടിച്ചാലോ എന്ന് ഓർത്താൽ ഞാൻ വായിക്കാത്തത്. ഇന്ത്യൻ റുപ്പി സിനിമ വന്ന് കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ രഞ്ജിത്തിന് കത്തെഴുതി വെച്ചു. അയ്യോ, കത്തൊന്നും ഞാൻ അയച്ചില്ല കേട്ടോ, എൻ്റെ ബുക്കിൽ എഴുതി വെച്ചു എന്ന് മാത്രം. പല കാര്യങ്ങളും എനിക്ക് പറയാനുള്ളത് ഇതിനകത്തുണ്ട്. ഞാൻ പല പ്രാവശ്യമായിട്ട് വായിച്ചേപ്പിക്കുക. ഇപ്പം തന്നെ ഇത് വായിച്ചേപ്പിച്ചാൽ രസം ഉണ്ടാവില്ല. ഞാൻ ഈ മൂകാംബികയെ ഓർക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ അത്. ശരി,
ഇനി 53 വർഷത്തെ എൻ്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ച ചില കാര്യങ്ങൾ എല്ലാം ചിലപ്പോൾ നിങ്ങൾ പറയും ചേച്ചി ഞങ്ങൾക്ക് എല്ലാം നിങ്ങൾ പറയുന്നത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ശരിയായിരിക്കാം കേട്ടോ, കാരണം എൻ്റെ ജീവിതം ആണല്ലോ ഞാൻ പറയുന്നതും എൻ്റെ അനുഭവങ്ങളും പിന്നെ എൻ്റെ പ്രൊഫഷണൽ അനുഭവങ്ങളല്ലേ ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് കുറച്ചെങ്കിലുമൊക്കെ ഇഷ്ടമാവുന്നവർ കേട്ടാൽ മതി കേട്ടോ. ചിലരൊക്കെ എന്നെ ഒരുമാതിരിയൊക്കെ സംസാരിക്കുന്നു, എനിക്കതൊന്നും പറ്റുന്നില്ല. ഞാൻ സംസാരിക്കുന്നത് ഞാൻ ഇന്ന് കഴിഞ്ഞ ദിവസവും പറഞ്ഞു, എനിക്ക് കുറച്ച് ഫ്രണ്ട്സിനോടാണ് ഞാനിവിടെ സംസാരിക്കുന്നത്. എൻ്റെ എതിരികളോ എനിമീസോ ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് എന്നെ ഇഷ്ടാവില്ലല്ലോ. വന്നിരുന്ന് പറയുന്നു, അങ്ങനെയല്ലേ അവരുടെ മനസ്സിൽ വരുള്ളൂ. അവരൊരിക്കലും എന്നോട് സ്നേഹം തോന്നി അടുത്ത് വരാൻ പോകുന്നില്ല അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളവർ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞോളൂ. എന്തിനാണ് ഒരു അനിമോസിറ്റി പിന്നെയും പിന്നെയും മനസ്സിലുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്? ഓരോ നെഗറ്റീവ് കമൻസ് ഇട്ട് ഞാൻ ഡിലീറ്റ് ചെയ്യാറൊന്നുമില്ല. മിക്കതും അവിടെ തന്നെ ഉണ്ടാവും, ഞാനതിന് മറുപടിയും വെച്ചിട്ടുണ്ടാവും. കാരണം എന്താണെന്നറിയോ, നെഗറ്റീവും പോസിറ്റീവും ബാറ്ററിയുടെ 2 വശങ്ങളാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും കഴിഞ്ഞ പ്രാവശ്യം ആരോ പറയണ്ടായിരുന്നു ചേച്ചി എന്തിനാ അതിന് മറുപടി കൊടുക്കുന്നതെന്ന്. പക്ഷേ മറുപടി കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നെഗറ്റീവും പോസിറ്റീവും നമ്മൾ കാണുന്നുണ്ടെന്ന് അറിയാലോ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ബർത്ത്ഡേ സാരി. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇപ്പോഴൊന്നും വാങ്ങിച്ചതല്ല, 3 months ബാക്ക് വാങ്ങിച്ചിട്ട് ഞാൻ നാട്ടിൽ പോയപ്പോൾ ബ്ലൗസൊക്കെ തയ്പ്പിച്ച് വെച്ച് കൊണ്ടുവന്നതാണ് കേട്ടോ. ഞാൻ അങ്ങനെ കുറേ പ്ലാനൊക്കെ ചെയ്യും. ഈ പരിപാടിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യണം അങ്ങനെയൊക്കെ വിചാരിച്ച് ചെയ്യുന്ന ആളാണ്. അങ്ങനെ ഞാൻ വാങ്ങിച്ചു വെച്ചതാണ്. മാർച്ച് എൻ്റെ നോ സ്പെൻഡ് ചാലഞ്ച് ടൈം ആയതുകൊണ്ട് എനിക്കറിയാം, ഞാൻ അപ്പം അറിയില്ല, ഞാൻ വാങ്ങിയില്ല വേറെ ഒന്നും, ഇതുണ്ടെന്ന് അറിയാവുന്നതുകൊണ്ട് അതുകൊണ്ട് വെച്ചു. പിന്നെ ഇത് ഞാൻ പെട്ടെന്ന് എടുത്തതല്ലേ നോ സ്പെൻഡ് ചാലഞ്ചൊക്കെ. സോ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ 53ാമത്തെ വയസ്സിൽ ഞാൻ കണ്ട ലൈഫാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്, നമ്മൾ ആരെയും പ്രീതിപ്പെടുത്താൻ ശ്രമിക്കരുത്. നമ്മൾ എത്ര ആളുകളെ പ്രീതിപ്പെടുത്താൻ ശ്രമിച്ചാലും അവർ നമ്മൾ എന്തെങ്കിലും ദോഷവും കുറ്റവും എല്ലാം കണ്ടുപിടിക്കും. ചിലപ്പോൾ അവർക്ക് നമ്മളെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കാം. ഒരു പക്ഷേ ആരെന്ന് ഞാൻ പറയുന്നില്ല, ചിലപ്പോൾ നിങ്ങളുടെ വർക്ക് പ്ലേസിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ വീടുകളിലായിരിക്കാം, ഈവൻ നമ്മുടെ പാരൻസ് ആയിരിക്കാം, കസിൻസ് ആയിരിക്കാം, ഇൻലോസ് ആയിരിക്കാം, ആരാണെങ്കിലും അവർ ചിലപ്പോൾ നമ്മൾ അംഗീകരിച്ചെന്ന് വരില്ല. അവരെ പ്ലീസ് ചെയ്യാൻ നമ്മൾ നോക്കണ്ട, നമ്മൾ നമ്മളെ തന്നെ പ്ലീസ് ചെയ്താൽ മതി. നമുക്ക് സന്തോഷം തോന്നുന്ന, നമ്മൾക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോവുക. അതുതന്നെ ആയിരിക്കും കുറച്ച് ബുദ്ധിമതികളായ സ്ത്രീകൾ ചെയ്തു കൂട്ടുന്നത്. ഞാൻ സ്ത്രീകളെ പറ്റി അധികവും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ അനുഭവം സ്ത്രീകളുടേതാണല്ലോ. പിന്നെ പുരുഷന്മാർക്ക് ഞാൻ പറയുന്നത് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് അവരുടെ ഭാഷ്യത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഒരാൾ പോലും ഇതിൻ്റെ ഇടയിൽ വന്നിട്ട് നല്ല കമൻറ്റ് പറയുന്നില്ല ആണുങ്ങൾ. അതെനിക്ക് ഇറ്റ് ഈസ് ഹാപ്പൻഡ് എവ്രിവെയർ കേട്ടോ. എനിക്ക് എന്നേക്കാൾ ദക്ഷിണാശാലിയായിട്ടുള്ള ആണുങ്ങൾക്ക് എന്നോട് ഇഷ്ടമുണ്ടാവും. കാരണം അവർക്കറിയാം അവർക്കൊരു ഇൻസെക്യൂരിറ്റിയുടെ ആവശ്യമില്ല എന്ന്. അതായത് ബോസൊക്കെ ആയിട്ടുള്ളവർ, എൻ്റെ ബോസ്സായിട്ടിരുന്ന ആൾക്കാർക്ക് ആർക്കെങ്കിലും എന്നേക്കാൾ കുറവ് ദിഷണ ആണുള്ളതെന്ന് അവർക്ക് തന്നെ തോന്നലുണ്ടെങ്കിൽ അവർക്ക് ഞാൻ ശത്രുവായിരിക്കും. അപ്പോൾ ഇതൊക്കെ എല്ലാ സ്ഥലങ്ങളിലും നടക്കുന്നതാണ്. കുതികാൽവെട്ടും പന്തയവും ഇതൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒരു 50-53 വയസ്സായി കഴിഞ്ഞപ്പോൾ എനിക്ക് ഇതെല്ലാം പറയാനേ പറ്റുള്ളൂ. അപ്പം ഞാൻ പല രീതികളിൽ ഞാൻ പറഞ്ഞു കാണിക്കുകയാണ് നിങ്ങൾ. ഇപ്പം ഇന്നലെ ഞാൻ ആ സാരിയുടെ കാര്യം പറഞ്ഞില്ല, അത് എന്നോട് ആരും വന്ന് പറഞ്ഞതല്ല, ഞാനതൊരു എനാക്ട് ചെയ്ത് കാണിക്കുകയാണ്. ഇങ്ങനെ ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? ഇങ്ങനെ പല സ്ഥലങ്ങളിൽ ഞാൻ കാണുന്നുണ്ട്, മനസ്സിലായില്ലേ? എന്നോട് പലരും വന്ന് പറയുന്നതുമുണ്ട്. അപ്പോൾ എന്നോട് പലരും അവരുടെ അനുഭവങ്ങൾ പറയുന്നതുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇങ്ങനെ ഒന്ന് ഡിപ്പിക്റ്റ് ചെയ്ത് കാണിക്കുമ്പോഴേക്കും നിങ്ങൾ എന്താ എല്ലാവരെയും കുറ്റം പറയുന്നതാണ്. ഒരിക്കലുമല്ല, ഞാൻ എൻ്റെ പേജിലൂടെ ഞാൻ കണ്ട കാഴ്ചകൾ വരച്ച് കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു തെറ്റിദ്ധാരണ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങ് മാറ്റിക്കോളൂ. അപ്പോൾ ഇത് ചെയ്യാതിരിക്കുക, പീപ്പിൾ പ്ലീസിങ് നിർത്തുക. എസ്പെഷ്യലി പെട്ടെന്ന് കല്യാണം കഴിച്ച് ചെല്ലുന്ന കുട്ടികൾ, പുതിയ ജോലി കിട്ടി ചെല്ലുന്ന കുട്ടികൾ, ഇവരൊക്കെയാണ് ഈ പീപ്പിൾ പ്ലീസിങ്ങിനായിട്ട് പോവുക. അത് നിങ്ങൾക്ക് ഐഡൻറ്റിറ്റി ഇല്ലാതെയാക്കും എന്ന് കരുതി ഹാർഷായി റൂഡായി പെരുമാറി അവിടെ ഒരു ചീത്തപ്പേര് വാങ്ങിച്ചു വെക്കാനല്ല, നല്ല പേര് വാങ്ങിക്കാൻ കിടന്ന് കഷ്ടപ്പെടേണ്ട. അവർക്ക് മനസ്സിലാകുമെങ്കിൽ, നിങ്ങളുടെ ക്യാരക്ടർ മനസ്സിലാവുമെങ്കിൽ നിങ്ങൾ സ്നേഹിച്ചോളൂ. എന്നെ സ്നേഹിക്കൂ, ഞാൻ നല്ല കുട്ടിയാണെന്ന് അലവറ ഇട്ടിട്ട് കാര്യമില്ല. അതൊന്നും നടക്കില്ല ഈ ലോകത്ത്. അവർക്ക് അവരായിരിക്കും, എല്ലാവർക്കും അവരവരെ തന്നെയായിരിക്കും ഏറ്റവും കൂടുതൽ സ്നേഹം. അത് തന്നെ അപ്ലിക്കബിൾ അല്ലേ അവർക്കും. നമുക്ക് അത് നമ്മളെയല്ലേ കൂടുതൽ ഇഷ്ടം, അങ്ങനെ വിചാരിച്ചാൽ മതി കേട്ടോ. അടുത്തത്, നമുക്ക് തോന്നുകയാണ് ഒരാൾ നമ്മളോട് കോമ്പീറ്റ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുകയാണെങ്കിലല്ലേ, വഴിമാറി പോയിക്കോളൂ. ചിലർ പറയും എൻ്റെ അടുത്താണോ കോമ്പറ്റീഷൻ, അന്നാ കാണിച്ചു കൊടുക്കാം. അത് ആ 20കളിലും 30കളിലൊക്കെ ഉള്ളൊരു ആറ്റിറ്റ്യൂഡാണ് നമ്മുടേത്. അതൊരു കാര്യമില്ല. അവരുടെ അടുത്തൊന്ന് അത് പറഞ്ഞു,
എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല നിങ്ങളുടെ കൂടെ ഫൈറ്റ് ചെയ്യാനായിട്ട്, ഞാൻ തരത്തിനൊത്തേ കളിക്കാറുള്ളൂ എന്ന് മനസ്സിൽ പറഞ്ഞിട്ട് നിങ്ങൾ ജയിച്ചു എന്ന് വെച്ചോളൂ എന്ന് പറഞ്ഞാൽ പിന്നെ അവർ ആരോട് ഫൈറ്റ് ചെയ്യും? പിന്നെ ആരോടാണ് അവർ എന്താ പറയുക മത്സരത്തിന് പോവുക? ആരോടും പറയാൻ പറ്റില്ല അയ്യോ ഇവർ ഗിവ് അപ്പ് ചെയ്തു, അവരെന്നെ പേടിച്ച് ഓടി പോയി എന്ന് ഇങ്ങനെ പറയുമായിരിക്കും. പറഞ്ഞോട്ടെ, ദാറ്റ്സ് ഓക്കെ. എന്നാലും നമ്മുടെ മനസ്സമാധാനം, ഫോർ ആർ പീസ് ജസ്റ്റ് സറണ്ടർ, അതിലൊരു കുഴപ്പമില്ല എന്ന് കരുതി ഡോർമാറ്റ് ആകാനല്ല കേട്ടോ പറഞ്ഞേ. എഴുന്നേറ്റ് നിന്നിട്ട് കാര്യങ്ങൾ പറയേണ്ടടുത്ത് പറയുകയും വേണം. അത് പൊലൈറ്റായിട്ട് പറഞ്ഞേക്കൂ എന്നും കൂടിയാണ് ഞാൻ പറയുന്നത്. കാരണം ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ നമ്മൾ വീടുകളിലൊക്കെ, ഞാൻ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് അതാ ഇട്ടത് കേട്ടോ, വീട്ടിലൊക്കെ പല ആർഗ്യുമെൻറ്റ്സും പലരും തമ്മിലുണ്ടാകും, പല കാര്യങ്ങൾക്കുണ്ടാകും. വീട്ടിൽ അമ്മായിയമ്മ, അച്ഛൻ, അമ്മ, ബ്രദേഴ്സ്, ബ്രദർ ഇൻ ലോസ്, സിസ്റ്റേഴ്സ്, അങ്ങനെ കോ സിസ്റ്റർ, എല്ലാവരും തമ്മിലൊരു ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ നമ്മുടെ കാര്യം പറയാൻ ശ്രമിക്കുമ്പോൾ അതിനെ ഖണ്ഡിച്ചിട്ട് നമ്മുടെ സ്വരത്തിന് മേലെ, നമ്മുടെ ശബ്ദത്തിന് മേലെ സൗണ്ട് ഉയർത്തി ആരെങ്കിലും നമ്മൾ പറയുന്ന പോയിന്റ് കവർ ചെയ്യാൻ ശ്രമിക്കും. അങ്ങനെ ശ്രമിച്ചാൽ അത് നമ്മൾ തടയണം. നമ്മൾ പറയണം, നോക്കൂ ഞാനൊരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ, അതിൻ്റെ മുകളിൽ നിങ്ങൾ കിടന്ന് ഇങ്ങനെ കലബില ഉണ്ടാക്കിയാൽ എങ്ങനെ എനിക്ക് പറഞ്ഞു തീർക്കാൻ നോക്കും? അങ്ങനെ പറയണം. അപ്പം അവർ പറയും, നീ എന്താ ഞങ്ങളെ ഭരിക്കാൻ വരികയാണ്? ഞാൻ ഭരിക്കാൻ വരികയല്ല, നമ്മൾ ഇനിയും കാതങ്ങൾ മുന്നോട്ട് പോകാനുണ്ട്. കൈ കൊടുത്തും കൈ കൂട്ടിപ്പിടിച്ചും ചുരുക്കി കൊടുത്തും ചുരുങ്ങി ജീവിച്ചും ഒക്കെ നമുക്ക് ഒന്നിച്ച് ചിലപ്പോൾ മുന്നേറേണ്ടി വരും അല്ലേ? അപ്പോൾ നിങ്ങൾ ഞാൻ പറയുന്നത് കുറച്ച് ശ്രദ്ധിക്കണ്ടേ? എന്നിൽ തെറ്റുണ്ടെങ്കിൽ എനിക്ക് തിരുത്തണമല്ലോ. അപ്പോൾ അത് പറയണം, അത് ആദ്യമേ പറയണം. അത് ഒരുപാട് ഇങ്ങനെ ഡ്രാമ ആയിട്ടൊന്നും പറയണ്ട. അവർ കാണിക്കുന്നത് പിൻ പോയിന്റ് ചെയ്ത് നമുക്ക് സംസാരിക്കാം. എന്ന് പറഞ്ഞാൽ ആരെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു പുതിയ വേർഡല്ലേ മാനിപ്പുലേറ്റിംഗ് പുതിയ വേർഡല്ല, ഫാമിലി ലൈഫിലേക്ക് വരുന്ന മാനിപ്പുലേറ്റിങ്ങിന് ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ നമ്മളാണോ തെറ്റ് ചെയ്തത് അവസാനം നമുക്ക് തോന്നിപ്പോകും. അതായത് ആടിനെ പട്ടിയാക്കുന്ന അവസ്ഥ. പറഞ്ഞ് 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 ആകെയാണത് ചെയ്തതെന്ന് വരും, മനസ്സിലായില്ലേ? ആകെയാണ് കംപ്ലയിൻറ്റ് ചെയ്യുന്നത്. ഞാൻ ഒരു കംപ്ലയിൻറ്റ് കൊണ്ട് പോവുകയാണ് ഞങ്ങളുടെ പപ്പയുടെ അടുത്ത് അല്ലെങ്കിൽ ഞങ്ങളുടെ അച്ഛൻ്റെ അടുത്തെന്ന് വിചാരിക്കും. ഞാനാണ് ആ വിക്റ്റിമായിട്ട് അവിടെ ചെല്ലുന്നത്. ഞാൻ പോയിന്റ് ഔട്ട് ചെയ്യുന്ന ആൾ കുറച്ച് നേരം എൻ്റെ സൗണ്ടിന് മുകളിൽ സംസാരിച്ച് ഞാൻ കംപ്ലൈനൻ്റ് ആയിട്ടുള്ള ഞാനായിരുന്ന ഞാൻ പ്രതിയായി മാറും. അതിനെയാണ് ഈ ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറയുന്നത്. നമുക്ക് തന്നെ തോന്നും അപ്പം ഞാനാണോ ഇവിടെ തെറ്റ് ചെയ്തതെന്ന്. അങ്ങനെ ആക്കും അവർ. അതിനകത്ത് വീഴണ്ട, അതിനകത്ത് നിങ്ങൾ വീഴേ വേണ്ട. സ്റ്റാൻഡ് ഫേം. നമുക്കും ഉണ്ട് നട്ടല്, നമുക്കും ഉണ്ട് വികാര വിചാരങ്ങൾ, നമുക്കും ഉണ്ട് മനസ്സ് കേട്ടോ. അതൊന്നും ഗീവ് അപ്പ് ചെയ്തോ അല്ലെങ്കിൽ അതൊന്നും എന്താ പറയണേ, അതിന് ഒരുപാടങ്ങ് കുനിഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അത് തന്നെയാണ് പറയണത്. സ്ത്രീകൾ പണ്ട് ഒന്നും ചെയ്യാറില്ല, പുറത്തേക്ക് ഇറങ്ങാറില്ല, വീട്ടിൽ ഇരുന്ന് കാര്യങ്ങൾ ചെയ്യുകയുള്ളൂ. അപ്പോൾ പല രീതിയിൽ പല തരത്തിൽ അവരവരുടെ പ്രസൻസ് കാണിക്കാൻ ശ്രമിക്കുമായിരുന്നു പണ്ടത്തെ കാലത്ത്. നമ്മളുടെ ഈ 50 വയസ്സുകാരുടെ കാലമല്ല ഞാൻ പറയുന്നത്, അമ്മമാരുടെ 80 വയസ്സുകാരുടെ കാലങ്ങളിൽ അവർ യങ്ങായിരുന്നപ്പോൾ അവരുടെ മദർ ഇൻ ലോസൊക്കെ എങ്ങനെയായിരുന്നു വെച്ചാൽ, അവർക്ക് ചാവിക്കൊത്ത് ഇവിടെ ഒരെണ്ണമുണ്ടാവും. അതിൽ നിന്നും ഇപ്പോഴും ചില നോർത്ത് ഇന്ത്യൻ വീട്ടിലൊക്കെ അങ്ങനെ ഉണ്ട് പറയുന്നുണ്ട് കേട്ടോ. തുറന്ന് നോക്കിയിട്ട് അതിലെന്തൊക്കെ ഉണ്ടെന്നൊക്കെ അവർ ഇൻവെൻറ്ററി എടുക്കും. എത്ര ഉള്ളി വരെ പൂട്ടി വെക്കണ പാർട്ടീസ് ഉണ്ടെന്നാണ് പറയുന്നത്. അവർക്കൊരു റൂമുണ്ട്. എല്ലാ മദറെല്ലാം രാവിലെ വന്നിട്ട് ഇന്നതെന്ന് കൊടുത്ത് പണി ഏൽപ്പിച്ച് അങ്ങ് പോകും, അത്ര ഒരു റാണി പോലെ. അപ്പോൾ അത്രയൊന്നും നമ്മളൊന്നും ഇവിടെ സഹിക്കുന്നില്ലല്ലോ അല്ലേ? നമ്മൾ നമ്മുടെ ജീവിതം നോക്കി മുമ്പോട്ട് പോവുകയാണ് സ്ത്രീകൾ. ജോലി ചെയ്യുന്നവരാണെങ്കിൽ കുറച്ചുകൂടി നല്ല പോലെയാണ് ജീവിക്കുന്നത്. പിന്നെ 3-4 തരത്തിലുള്ള സ്ത്രീകളുണ്ട്. ഒരു അമ്മായിയമ്മ, ഒരു മരുമകൾ, ഒരു നാത്തൂൻ. ഇത് പല പെർമിറ്റേഷൻസിലും പല വീട്ടിലുണ്ടാവും. ഇതിൽ എല്ലാവരും ഒന്നും മോശക്കാരായിരിക്കില്ല. ചില സ്ഥലങ്ങളിൽ മദർ ഇൻ ലോ ഒക്കെ വളരെ കോഡിയലായിട്ട് ബിഹേവ് ചെയ്യുന്ന വളരെ നല്ല പോലെയുള്ള ആളുകളുണ്ടാകും. പക്ഷെ അവിടെ ഒരുപക്ഷെ അവരെ പിരിയേറ്റി കൊടുക്കുന്ന വേറെ ചില ഘടകങ്ങളുണ്ടാകും ഇല്ലേ? അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അവർക്ക് ശരിയാണല്ലോ, ഇവർ ഇങ്ങനെയാണല്ലേ അവർ ഉദ്ദേശിച്ചത് എന്ന് തോന്നിപ്പിക്കാനായിട്ട് പല ഘടകങ്ങളുണ്ടാവും. അപ്പോൾ സ്റ്റാൻഡ് ഓൺ യുവർ ഫീറ്റ് ആൻഡ് മേക്ക് യുവർ ഹസ്ബൻഡ് അണ്ടർസ്റ്റാൻഡ്. ഞാൻ ചെയ്യുന്നത് നമ്മുടെ ലൈഫിൽ എനിക്ക് പീസ് വേണം, എനിക്ക് സ്നേഹം തോന്നണം, അല്ലെങ്കിൽ എനിക്ക് എന്നോട് വെറുപ്പ് തോന്നും. എന്താണ് ഞാൻ ഇവർക്കൊക്കെ, അതായത് പ്രായം ചെന്നവർക്ക് എന്തുമാകാം, അവർക്ക് എന്തും പറയാം, എന്നിട്ട് അവരുടെ പ്രായം കൊണ്ട് അവരത് ജസ്റ്റിഫൈ ചെയ്യും. ഷുഡ് നോട്ട് അലൗ ദാറ്റ്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പ്രായമായവർക്ക് എന്തും പറയാമെന്നോ? അങ്ങനെ പാടില്ല.
പ്രായമായവരല്ലേ എന്ന് കരുതി നമ്മൾ ഒതുങ്ങി കൊടുക്കും തോറും അവർ മുകളിലോട്ട് തലയിൽ കയറും. അപ്പോൾ അവരോട് എന്താ പറയേണ്ടത്? ഞാൻ നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ വരുന്നില്ലല്ലോ, ആരെങ്കിലും ആയിക്കോട്ടെ, അപ്പോൾ എൻ്റെ കാര്യത്തിലും ആരും ഇടപെടണ്ട, അത്രയേ ഉള്ളൂ. സിമ്പിൾ ആസ് ഇറ്റ് ഈസ്. അല്ലാതെ ഇത്ര ദിവസം കൂടുമ്പോൾ എന്നെ വിളിച്ചോളണം, ഇത്ര ദിവസം കൂടുമ്പോൾ എനിക്ക് പണം അയച്ചോളണം, എൻ്റെ സുഖ സൗകര്യങ്ങളനുസരിച്ച് നോക്കിക്കോളണം എന്നൊക്കെ പറയുന്ന മാട്രിയാക്സ് ഒക്കെ ഉണ്ട് പണ്ടൊക്കെ. അതൊന്നും ഇന്നത്തെ കാലത്ത് നിങ്ങൾ ബോദർ ചെയ്യേണ്ട. യു ലിവ് യുവർ ലൈഫ് ആൻഡ് ബി ഹാപ്പി. നിങ്ങളുടെ ഭർത്താവിനെ അല്ലെങ്കിൽ മക്കളെ എല്ലാം നല്ലപോലെ നോക്കുക. ആ ഭർത്താവിൻ്റെ അടുത്ത് ചെന്ന് എപ്പോഴും നൊയ് 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 എന്ന് വീട്ടുകാരെ പറ്റി പറയാതിരിക്കും. അതൊന്നും ആലോചിച്ചോളൂ. അമ്മമാരെന്നൊക്കെ പറയുന്നത് അവരുടെ അമ്മയല്ലേ, അപ്പം നമ്മൾ ഒരുപാട് പറഞ്ഞുകൊണ്ടിരുന്നവർക്ക് ഇഷ്ടാവില്ല തന്നെ കേട്ടോ. അപ്പോൾ ഈ 50-53 വയസ്സിൽ കണ്ടും കേട്ടും കൊടുത്തും പഠിച്ചിട്ട് കിട്ടിയ കാര്യങ്ങളാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഇവിടെ ചിലർ എൻ്റെ അടുത്ത് കഴിഞ്ഞ ഒരു ഇതിൽ പറയണ്ടായിരുന്നു, ഇവർക്കൊന്നും അറിയില്ല, എന്താണ് പൊട്ടത്തരം വിളമ്പുന്നു അങ്ങനെയൊക്കെയാണ് പറയണേ, എന്താണ് പുട്ടി അടിച്ചിട്ട് ഇരുന്ന് വന്ന് പറയണേ, ഏറ്റവും കുറവ് മേക്കപ്പ് ധരിക്കുന്നു എന്ന് പറഞ്ഞ് എൻ്റെ ഫ്രണ്ട്സൊക്കെ എൻ്റെ അടുത്ത് പറയുമോ, ആകെ കുറച്ചുകൂടെയൊക്കെ നല്ല മേക്കപ്പിലൊക്കെ വന്നിരിക്കും. ഞാൻ സാരീസ് നല്ലതിടും, പക്ഷേ ഞാൻ ഫേസിലൊന്നും ഒരുപാട് മേക്കപ്പ് ഒന്നും ഇടാറില്ല, ചിലപ്പോൾ വല്ല ഇതിൽ ഫിൽറ്റർ ഇടുന്നു മാത്രമേ ഉള്ളൂ. എനിക്കത് ഞാൻ അങ്ങനെയാണ്, തോന്നിയാൽ ചെയ്യും, തോന്നിയില്ലെങ്കിൽ ചെയ്യില്ല, അതിനൊരു പ്രത്യേക പാറ്റേണൊന്നുമില്ല എനിക്ക്. ഞാൻ ആ വരച്ച വരയിലൂടെ ഒന്നും ജീവിക്കുന്ന ആളല്ല കേട്ടോ. എന്നെ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും. എനിക്ക് തോന്നിയാൽ ഞാൻ നല്ല ഡ്രസ്സായിട്ട് വരും, എല്ലാവരും എന്നോട് നല്ലതാണെന്ന് പറയുമ്പോൾ ഞാൻ സന്തോഷിക്കും. ഇതെല്ലാം എല്ലാ സ്ത്രീകളിലും ഉള്ളതാണ് അല്ലേ. സോ 53 വയസ്സുകാരിയായ ഞാൻ പറയുന്ന പൊട്ടത്തരങ്ങൾ ഇഷ്ടപ്പെട്ട് എൻ്റെ കൂടെ വരുന്ന എല്ലാവർക്കും എൻ്റെ മനമാർന്ന നന്ദി. എൻ്റെ തമിഴും ഇടയ്ക്കിടയ്ക്ക് വരണ്ടേ അല്ലേ. അപ്പോൾ എന്നെ നൂലിൽ കെട്ടി താഴോട്ട് ഇട്ടത്, അതുകൊണ്ട് എനിക്കൊന്നും അറിയില്ല എന്നാണ് ഞാൻ റിപ്ലൈ കൊടുത്തത്. ഞാൻ അനുഭവിച്ചത് എനിക്കല്ലേ അറിയുള്ളൂ. പിന്നെ നമ്മുടെ പഴയ ഒരുപാട് കഷ്ടങ്ങൾ പറഞ്ഞിട്ടും എന്താ കാര്യമുള്ളത്? ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ഇതൊക്കെ എല്ലാവർക്കും അനുഭവം ഉള്ളതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. എന്ന് കരുതി ഞാൻ പട്ടിണി കിടക്കുകയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. അങ്ങനെയൊക്കെ ചെയ്ത ആളുകൾ ഒരുപാട് പല സ്ഥലങ്ങളിലും ഇല്ലേ. ഈവൻ മമ്മൂട്ടി, മോഹൻലാൽ, ശ്രീനിവാസനൊക്കെ എഴുതിയേക്കണ കണ്ടിട്ടില്ലേ പണ്ടത്തെ കഥകളിലൊക്കെ. അവർക്ക് വീട്ടിലില്ലാഞ്ഞിട്ടല്ല, ആ അവസ്ഥ വരുന്നതാണ്. വേറെ സ്ഥലത്ത് പോയിട്ട് ഒരു കാലുറപ്പിക്കാൻ നോക്കുന്നുണ്ട്. ഓക്കെ, ശരി, നമ്മൾ ഡീവിയേറ്റ് ചെയ്ത് പോകണ്ട. അടുത്തത്, നിങ്ങൾക്ക് ചെറുപ്പമായിരിക്കുമ്പോൾ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾ കളഞ്ഞു കുളിക്കരുത് കേട്ടോ. എന്ന് പറഞ്ഞാൽ പുറത്ത് പോകാനുള്ള ഓപ്പർച്യൂണിറ്റി, ജോലി മേടിക്കാൻ നോക്കിയിട്ട് 3 മാസം ഗൾഫിൽ പോയി നിന്ന് നോക്കാം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോവുക, അതൊക്കെ ചെയ്യണം. കാരണം വേറെ ഒരു, നമ്മുടെ ഗ്രാമങ്ങളിലോ അല്ലെങ്കിൽ നമ്മൾ ചെറിയ പട്ടണങ്ങളിലോ ജീവിക്കുന്നവർ വേറെ ഒരു സ്ഥലത്തേക്ക് പറിച്ച് നടപ്പെടുമ്പോൾ നമ്മൾ അവിടെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ, നമുക്കൊരു നാണക്കേടൊന്നുമില്ല, നമ്മൾ എന്തും ചെയ്യും. എല്ലാ കാര്യങ്ങളും നമ്മൾ ഇറങ്ങിപ്പോയി ചെയ്ത് നമ്മൾ ജോലി ചെയ്ത് ജീവിക്കാനുള്ള ഒരു ത്രാണി പെട്ടെന്ന് വളർത്തിയെടുക്കുന്നവരാണ്. സ്ഥലം മാറുക, എപ്പോഴും ആ കംഫർട്ട് സോണിലിരിക്കാതിരിക്കുക. കംഫർട്ട് സോണിൽ നിന്ന് മാറി നമ്മൾ അത്ര കംഫർട്ടബിൾ അല്ലാത്തൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ നമ്മൾ തന്നെ ഡബിൾ വർക്കും നമ്മൾ എങ്ങനെ ചിന്തിച്ചും പ്രവർത്തിച്ചും വി വിൽ മേക്ക് എ സ്റ്റാൻഡ് ഓവർ ദർ. അത് ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പോൾ 2-3 കാര്യങ്ങൾ എൻ്റെ ഒരു നല്ല ദിവസത്തിൽ എനിക്ക് നിങ്ങളുടെ അടുത്ത് പങ്കുവയ്ക്കണമെന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ എടുത്തുകൊണ്ട് വന്നതാണ്. പിന്നെ ഈ ബുക്ക്, ഞാൻ പറയുന്ന പല കാര്യങ്ങളും ഞാൻ ഇതിൽ നോക്കിയാണ് പറയുന്നത്. മിക്കവാറും തന്നെ പല പല ബുക്സ് ഉണ്ട്, ഞാൻ വായിക്കുന്ന ബുക്സ്. അതിനകത്തു നിന്നൊക്കെ ഞാൻ ഓരോരോ കാര്യങ്ങൾ നോക്കിയിട്ടാണ് 1 മിനിറ്റ് റീലായിട്ടൊക്കെ ഇടുന്നത്. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ പിശിക്കരുത്, ഇങ്ങനെ ക്വാളിറ്റി ഉള്ളൊരു സാധനം വിൽക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടതെന്ന്. അത് പറഞ്ഞത് ലാവിഷായിട്ട് നടന്ന് കണ്ടമാനം നടന്ന് ചിലവാക്കിയൊക്കെ കളയുമെന്നല്ല കേട്ടോ. അത് മനസ്സിലാക്കണം എല്ലാവരും. 1 മിനിറ്റ് റീലിൽ പറയുമ്പോൾ അതിനകത്ത് എന്താ പറയുന്നത്, ഞാൻ പറയുന്നത് ഒരുപാട് പിശിക്കാൻ പാടില്ല. അപ്പോൾ ആരാണ് ഈ പിശുക്കന്മാരെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഈ ബുക്കിൽ പറയുന്ന ഈ എനർജീസിനെ പറ്റിയിട്ടൊക്കെയാണ് ഞാൻ നോക്കിയിട്ട് ഓരോ പ്രാവശ്യം ഞാൻ പറയുന്നത് കേട്ടോ. പിന്നെ എല്ലാവരും പറയും മണി ഇല്ലെങ്കിൽ ഒരു പ്രോബ്ലമാണ് എന്നല്ലേ. യെസ്, പൈസ വേണം എല്ലാത്തിനും. അപ്പം മണി ഹാപ്പിനെസ് തരുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല, അത് നമ്മൾ അങ്ങനെയല്ല കാണേണ്ടത്. ഇതിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, മണി ഒരു പ്രോബ്ലമായിട്ട് കാണാൻ പാടില്ല, മണി ഇല്ലാത്തത് ഒരു പ്രോബ്ലമായിട്ട് കാണാൻ പാടില്ല. മണി കൊണ്ടാണോ ഹാപ്പിനെസ് ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ അതുമല്ല, എന്നാൽ മണി അത്യാവശ്യവുമാണ്. എല്ലാവർക്കും പണം അത്യാവശ്യമാണ് അല്ലേ. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു ഉപ്പ് കൊണ്ട് നമുക്ക് സ്വർണം വാങ്ങാൻ പറ്റുന്ന കാലം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഉപ്പായിരുന്നു അത്യാവശ്യം, പണമല്ല അല്ലേ എന്ന് പറഞ്ഞാൽ. ഇന്നത്തെ കാലത്ത്
ആളുകൾ പണം കൊണ്ട് ക്രേസി തിങ്സ് ആണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ചിലർക്ക് തോന്നും വീട്ടിലെ കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് നടക്കുന്ന ഒരു ഫാമിലി ആണെങ്കിൽ എല്ലാം ഉണ്ട് അവർക്ക്. ഇപ്പം ഈ പറഞ്ഞ പോലെ ആക്ടേഴ്സിൻ്റെ ഒക്കെ അവർക്ക് എന്താണ്, അവർക്ക് ടാക്സ് കുറയ്ക്കാനുള്ളതാണ് അവരുടെ ഗോള്. അപ്പോൾ അവരെന്ത് ചെയ്യും, ലക്ഷറി കാറുകൾ വാങ്ങുന്നതിലായിരിക്കും. ഏത് കാർ വാങ്ങിയാൽ എത്ര ടാക്സ് കുറച്ച് കിട്ടും, ഏത് ലോൺ എടുത്ത്, അതാണ് അവർ നോക്കുക. അതേസമയം സാധാരണക്കാരായ നമ്മൾക്ക് അതല്ലല്ലോ. അതാണ് കഴിഞ്ഞ ദിവസം ഇവർ പറഞ്ഞത്. ഈ ചേച്ചി സാധാരണക്കാരുടെ സ്ട്രഗിളൊന്നും ചേച്ചിക്ക് അറിയില്ല, അതുകൊണ്ടാണ് ഈ ചേച്ചി വന്നിരുന്ന് ഇങ്ങനെ പറയുന്നത്, ഇതൊന്നും നമ്മൾ കേട്ടിട്ട് കാര്യമില്ല എന്ന്. അങ്ങനെയാണോ ഞാൻ പറയുന്നത്? നിങ്ങൾ പറ. ഞാൻ പറയുന്നത് എല്ലാ തരത്തിലുള്ള ആളുകളെയും ടച്ച് ചെയ്തിട്ടല്ലേ ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ പറയും ഞാൻ മാറ്റി പിടിക്കാം കേട്ടോ. എനിക്ക് ഈ ബുക്സ് തരുന്ന അറിവുകളും പണ്ട് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ കാണുന്ന ആളുകളും പിന്നെ ഇറ്റ് വാസ് എ കോർപ്പറേറ്റ് വേൾഡ് അല്ലേ. അപ്പോൾ അവിടെ കണ്ട് കഞ്ഞു മഞ്ഞളിച്ച് ചെയ്ത കാര്യങ്ങളും ഒക്കെയാണ് ഞാൻ ഇവിടെ വിളിച്ച് പറയുന്നത്. സോ ഇതിൽ ഒരു വേർഡാണ്, ഒരു സെൻറ്റൻസ് ആണ്, പീപ്പിൾ ഡു സം ക്രേസി തിങ്സ് വിത്ത് മണി ബട്ട് നോ വൺ ഈസ് ക്രേസി. People from different generations raised by different parents who earned different incomes and held different values. അതെ, പല ആളുകൾ പല രീതിയിലും ജീവിക്കുന്നവരാണെങ്കിലും എല്ലാവർക്കും അൾട്ടിമേറ്റായിട്ട് എന്താ വേണ്ടത്? മണിയാണ് എല്ലാവർക്കും ലാസ്റ്റ് വേണ്ടത്. ഡിഫറെൻറ്റ് സ്റ്റൈൽ ഓഫ് ലിവിങ് ആയിരിക്കാം, ലക്കിൻ്റെ എന്താ പറയുക, വിളയാട്ടം വേറെ ടൈപ്പ് ആയിരിക്കാം, എന്നാലും എല്ലാവർക്കും പണം അത്യാവശ്യമാണ് ജീവിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ആ പണത്തിൻ്റെ സൈക്കോളജി നമ്മൾ മനസ്സിലാക്കി എടുക്കണം. ഇതിൻ്റെ മലയാളം ബുക്ക് ഉണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ എൻ്റെ എന്താ പറയുക, ഇന്നത്തെ ദിവസം നിങ്ങളോടൊത്ത് ഈ 20 മിനിറ്റ് ഷെയർ ചെയ്തതിൽ ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. താങ്ക് യു. എൻ്റെ ആയുരാരോഗ്യത്തിനായി പ്രാർത്ഥിച്ച എല്ലാവർക്കും വീണ്ടും നന്ദി പറയുന്നു. താങ്ക് യു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത പുതിയ സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ട്. എല്ലാവരും പഴയ വീഡിയോസും എല്ലാം കാണണം കേട്ടോ. പുതിയ സബ്സ്ക്രൈബേഴ്സ് ഇതിലൂടെ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണം, ലൈക്കും ചെയ്യണം കേട്ടോ. എന്താണെന്നറിയോ, ലൈക്ക് ചെയ്താലാണ് ആൽഗോരിതം വർക്ക് ചെയ്യുള്ളൂ എന്ന്. അപ്പോൾ ഞാൻ പറയണം പ്ലീസ് സബ്സ്ക്രൈബ് എന്ന് പറയണമെന്ന്. ഓക്കെ, സോ പ്ലീസ് സബ്സ്ക്രൈബ്.